ആരാ? എന്താ? ഞാൻ ജോർജി, ഹോം മിനിസ്റ്ററുടെ വുഡ് ബി, അല്ല ഭാര്യയുടെ മകളുടെ വുഡ് ബി, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകൻ. സോറി സാർ. ഹേയ് പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഈവനിങ് സർ. അല്ല, മേ ഐ കം ഇൻ സർ? Will call you. Yes, come in. താങ്ക് യു സർ. ഞാൻ പ്രായപൂർത്തിയായ ഒരു അവിവാഹിതനാണ്. മാത്രമല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുമാണ്. ആ പെൺകുട്ടിയും അവിവാഹിതയാണോ? ഇപ്പോൾ അങ്ങനെയാണ് സാർ. പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും. പിന്നെ അവളിപ്പോ ജയിലിലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജയിലിലോ? ഐ മീൻ വീട്ടുകാരുടെ തടവിൽ. ഓ, അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ. ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു സാർ. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി. താനോ? ഞാനോ? ഐ ആം ജോർജി. ജോർജി വർഗീസ് മാപ്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആ, ഇതാണ് ജോർജി. എന്റെ നേരെ മൂത്താങ്ങള. അച്ചമ്പട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു. ഇപ്പോ ലോഹയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾക്കുന്നത്. ഞങ്ങൾ വേർപിരിയാനാവാത്ത വിധം പ്രണയിച്ചു പോയി. ഞങ്ങളെ പിരിക്കരുത് സർ. എന്താ സാർ? പെണ്ണാരാന്ന് പറഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസച്ചേരി പടി കടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്ത് പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ്. എന്താടോ? സാറിന്റെ മുട്ടുകുട്ടിമുട്ടുണ്ടോ നോക്കിയതാ. സാർ പേടിക്കണ്ട. ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ. എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ആ വൈകുന്നേരം തന്നെ ഞാൻ അവളുമായി എന്താ മനസ്സിലായില്ല? ഗർഭിണിയാക്കുന്നു. അതോടെ മുത്തച്ഛനാക്കാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർപ്പക്ക മാറും. എന്നെ അംഗീകരിക്കും. അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ സൺ ഇൻ ലോ എന്ന നിലയിൽ എനിക്ക് സാറിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, എന്തും. എന്ന് കരുതി ഇപ്പൊ സാറിന് അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത്, കൈക്കൂലി ഓഫർ ചെയ്തതിന്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല. എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോവും. ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാർ. എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർ നേരിൽ കണ്ടു ചോദിച്ചോളാം. പ്ലീസ്. അയ്യോ വേണ്ട. ആ അഭിശപ്ത കാമുകൻ ഞാനെന്നറിഞ്ഞാൽ, ഞാൻ നാട്ടിലെത്തിയ വിവരം പുറത്തറിഞ്ഞ എന്റെ പുക പോലും പുറത്തു കാണില്ല സാർ. തട്ടിക്കളയും. ഈ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ, അത് ആൺകുട്ടിയാണെങ്കിൽ കൊച്ചിനെ അച്ഛനൊക്കെ തിരുസഭയ്ക്ക് കൊടുക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നുണ്ട് സാർ. ആ നേർച്ച നിറവേറ്റണം സാർ. എന്നെ സഹായിക്കണം. അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും. അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിച്ചിട്ട് ഭർത്താവെ ചതിക്കുകയാണോ?